ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ബഹിരാകാശ യാത്രയിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല. ആക്സിയം 4 ദൌത്യത്തിന്റെ ആദ്യഘട്ടം വിജയകരം. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കനത്ത മഴയിൽ വയനാട്ടിലെ മേപ്പാടി ചൂരൽമല മേഖലയിൽ മണ്ണിടിച്ചിൽ. പുന്നപ്പുഴയിൽ ശക്തമായ നീരൊഴുക്ക്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കോഴിക്കോട്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിലെ മലയോര മേഖലയിലും ശക്തമായ മഴ തുടരുന്നു. PM ശ്രീ പദ്ധതിയിൽ കേരളം ചേരില്ലെന്നും വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് അരനൂറ്റാണ്ട്. സംവിധാൻ ഹത്യാ ദിവസിനോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ പരിപാടികൾ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിക്കുന്ന ആക്സിയം 4 ദൌത്യത്തിന്റെ ആദ്യഘട്ടം വിജയകരം. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഇതാദ്യമായാണ് 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് കുതിക്കുന്നത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 വിക്ഷേപണം. സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തെ ഫാൽക്കൺ 9 റോക്കറ്റാണ് ബഹിരാകാശത്തിലെത്തിക്കുന്നത്. നാളെ വൈകുന്നേരം 4:30 പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും. 2 ആഴ്ചയാണ് 4 അംഗ യാത്രികർ ബഹിരാകാശ നിലയത്തിൽ ചിലവഴിക്കുക. അതിശയകരമായ അനുഭവമാണിതെന്ന് എല്ലാ ഭാരതീയരും ഒപ്പമുണ്ടെന്ന ആത്മവിശ്വാസം പങ്കുവച്ചുകൊണ്ട് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ബഹിരാകാശ യാത്രികർക്ക് വിജയാശംസകൾ നേർന്നു. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വയനാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ്. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. മേപ്പാടി ചൂരൽമല മേഖലയിൽ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ ഇടത്ത് മണ്ണിടിച്ചിലും പുന്നപ്പുഴയിലെ ശക്തമായ നീരൊഴുക്കും പ്രദേശവാസികളെ ആശങ്കയിലാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. വയനാട്ടിൽ ഉച്ചയോടെ മഴയ്ക്ക് അല്പം ശക്തി കുറഞ്ഞുവെങ്കിലും അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. കനത്ത മഴയിൽ അട്ടമലയിൽ വെള്ളം കയറിയെ തുടർന്ന് നിരവധി തൊഴിലാളികൾ ഒറ്റപ്പെട്ടിരുന്നു. കുടുങ്ങിപ്പോയ തൊഴിലാളികളെ ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. ശക്തമായ മഴയിൽ പുന്നപ്പുഴ നിറഞ്ഞൊഴുകി. പുഴയ്ക്ക് സമീപത്ത് കോരിട്ടിരുന്ന ചെളിയും കല്ലുകളും ഒലിച്ചുപോകുകയും ചെയ്തു. പ്രദേശത്തെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ പ്രതിഷേധം അറിയിക്കുകയും അവരെ തടഞ്ഞുവെക്കുകയും ചെയ്തിരുന്നു. തങ്ങൾ അപകട മേഖലയിലാണ് താമസിക്കുന്നതെന്നും മാറ്റി പാർപ്പിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വയനാട്ടിൽ വലിയ തോതിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അപകടം ഒരു കാരണവശാലും ഉണ്ടായിട്ടില്ല. പുഞ്ചിരിമുറ്റം വരെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പോയിരുന്നു. തൊഴിലാളികളോട് തൽക്കാലം അപ്പുറത്തേക്ക് കടക്കേണ്ടതില്ല എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. നല്ല ജാഗ്രതയോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വയനാട് ജില്ലയിൽ എവിടെയും ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സാഹചര്യമില്ല. മഴ പെയ്തതുകൊണ്ട് തന്നെ പുന്നപ്പുഴയിലൂടെ ചില സ്ഥലങ്ങളിൽ കെട്ടിനിന്നിരുന്ന ഡെബ്രികൾ ഉൾപ്പെടെ വരുന്നുള്ളതായിട്ട് കാണുന്നുണ്ട്. നല്ല തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അപകടകരമായ വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും പ്രദേശത്തിന്റെ സ്വഭാവം അതാണ് എന്നുള്ളത് കൊണ്ട് നല്ല ജാഗ്രത ഉണ്ടാകുന്നത് നന്നായിരിക്കും. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. വെള്ളരിമലയിലെ കനത്ത മഴയിൽ ഇരുവഴിഞ്ഞി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മലവെള്ളപ്പാച്ചിലുമുണ്ടായി. കോടഞ്ചേരി ചാലിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു. ചെമ്പുകടവ് പഴയ പാലത്തിൽ വെള്ളം കയറി. ഉള്ളിയേരി അത്തോളി റൂട്ടിലെ വേളൂരിൽ തെങ്ങ് റോഡിനു കുറുകെ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചാത്തമംഗലം വിരുപ്പിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണൂരിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ അണ്ടർപാസ് ഉൾപ്പെടെ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. തളാപ്പ് സുന്ദര ക്ഷേത്രത്തിന് സമീപത്തെ വീടുകളിലും കടകളിലും വെള്ളം കയറി. നഗരത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ്.
ഇടുക്കിയിൽ കനത്ത മഴയും കാറ്റും തുടരുന്നു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതായും പെരിയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിലവിൽ 133 അടിയാണ് ഡാമിലെ ജലനിരപ്പ്. 136 അടി റൂൾ കർവ് പരിധിയിൽ ജലമെത്തിയാൽ ഡാം തുറക്കാൻ സാധ്യതയുണ്ടെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സെക്രട്ടേറിയറ്റിലെയും വകുപ്പ് അധ്യക്ഷന്മാരുടെ കാര്യാലയങ്ങളിലെയും മെയ് 31 വരെയുള്ള കുടിശ്ശിക ഫയലുകൾ തീർപ്പാക്കുന്നതിന് അടുത്ത മാസം 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ഫയൽ അദാലത്തുകൾ സംഘടിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്തെ ജലവിഭവ പരിപാലനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ട് കേരള നദീതട സംരക്ഷണ മാനേജ്മെന്റ് ചട്ടക്കൂടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പുന്നപ്പുഴയിൽ അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായുള്ള 195 കോടി രൂപയുടെ പ്രവൃത്തികൾക്കും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഇതിനുള്ള ചുമതല. പരിപ്പ് 900 മാഞ്ചിറ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി 708.83 ലക്ഷം രൂപ അനുവദിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. പദ്ധതിയിൽ കേരളം ചേരില്ലെന്നും വിഷയത്തിൽ കോടതിയെ സമീപിച്ച് ജനാധിപത്യപരമായ ശബ്ദമുയർത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച് വിദ്യാർത്ഥി യൂണിയനുകളുമായി ചർച്ച നടത്തിയ ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ നടപടി SFIയും KSUവും അംഗീകരിച്ചതായും ABVP ഒഴികെയുള്ള സംഘടനകൾ PM ശ്രീയിൽ കേരളം ചേരേണ്ട എന്ന നിലപാട് എടുത്തതായും മന്ത്രി പറഞ്ഞു. അതേസമയം PM ശ്രീ പദ്ധതിയിൽ കേരളം ഭാഗമാകില്ല എന്ന നിലപാട് വിദ്യാർത്ഥി വിരുദ്ധമെന്ന് ABVP പ്രതികരിച്ചു. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. നിയമസഭാ മന്ദിരത്തിലെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വൈകുന്നേരം 3:30 സ്പീക്കർ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 11,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചത്. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ദ എമർജൻസി ഡയറീസ് ഇയേഴ്സ് ദാറ്റ് ഫോർജ്ഡ് എ ലീഡർ എന്ന പുസ്തകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി ശ്രീ മോദി നടത്തിയ പ്രവർത്തനങ്ങളാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്തെ തന്റെ ജീവിതയാത്രയാണ് പുസ്തകത്തിലുള്ളതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്നത്തേക്ക് അരനൂറ്റാണ്ട് പൂർത്തിയാവുകയാണ്. സംവിധാൻ ഹത്യാ ദിവസ് ആചരണത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് രാജ്യത്ത് ഇന്ന് നടന്നത്. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമാണ് 1975-ലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എണ്ണമറ്റ ജനാധിപത്യ പോരാളികൾക്ക് ചരിത്ര പാഠം എന്നതിലുപരി ഭരണകൂട ഭീകരതയേൽപ്പിച്ച പൊള്ളുന്ന ഓർമ്മകളാണിതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളെയും ലഹരി മുക്തമാക്കുന്നതിനുള്ള ഊർജിത പ്രവർത്തനങ്ങളാണ് സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി ഉപയോഗത്തിനെതിരെയുള്ള കർമ്മ പദ്ധതിയായ ബോധപൂർണിമയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സമകാലിക സാമൂഹിക സാഹചര്യങ്ങളിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന മാരക വിപത്താണ് ലഹരിയെന്ന് മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ലഹരി വിരുദ്ധ ദിനമായ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വച്ചതിനെതിരെ പ്രതിഷേധിച്ച് SFI DYFI പ്രവർത്തകർ. പോലീസിനും പ്രവർത്തകർക്കുമിടയിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധത്തിനിടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. ഭാരതാംബ ചിത്രത്തിൽ ഗവർണർ പുഷ്പാർച്ചന നടത്തി. പൂനെ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. 3,626 കോടി രൂപ ചെലവിൽ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചതായി മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ യാത്രയിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല. ആക്സിയം 4 ദൌത്യത്തിന്റെ ആദ്യഘട്ടം വിജയകരം. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കനത്ത മഴയിൽ വയനാട്ടിലെ മേപ്പാടി ചൂരൽമല മേഖലയിൽ മണ്ണിടിച്ചിൽ. പുന്നപ്പുഴയിൽ ശക്തമായ നീരൊഴുക്ക്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ.
കോഴിക്കോട്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിലെ മലയോര മേഖലയിലും ശക്തമായ മഴ തുടരുന്നു. PM ശ്രീ പദ്ധതിയിൽ കേരളം ചേരില്ലെന്നും വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് അരനൂറ്റാണ്ട്. സംവിധാൻ ഹത്യാ ദിവസിനോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ പരിപാടികൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.